നമസ്കാരം. അളിയൻ്റെ റേഡിയോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മുടെ ഫ്ലോറിലുള്ളത് ജെഫി, പാർവതി, പിന്നെ നമ്മളുടെ പുതിയ കൂട്ടുകാരൻ മിഥുൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിഥുൻ ആദ്യമായിട്ടാണ് നമ്മളുടെ അളിയൻ്റെ റേഡിയോയുടെ എപ്പിസോഡിൽ വരുന്നത്. മിഥുൻ പറയൂ, നാട്ടിലെവിടാണ്? ഞാൻ നാട്ടിൽ കോഴിക്കോട് താമരശ്ശേരി. താമരശ്ശേരി അല്ലേ? നമ്മുടെ താമരശ്ശേി ചുരമാണോ? ചുരത്തിൻ്റെ അതിനൊക്കെ അടുത്താണല്ലേ? ഇവിടെ താമസിക്കുന്ന മിഥുൻ? ഞാനിവിടെ പെൻറോസിലല്ലേ? എന്ത് ചെയ്യുന്നു? ഞാൻ ഫ്ലക്ചറിൽ വർക്ക് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ, സിവിൽ. അടിപൊളി. അപ്പം മിഥുന് ഒരു പ്രത്യേകമായ സ്വാഗതം അളിയൻ്റെ റേഡിയോയിലേക്ക്. ഇന്ന് നമുക്ക് ഏവർക്കും മിഥുൻ്റെയും കൂടെ പാട്ട് നമുക്ക് കേൾക്കായിരിക്കും. അപ്പം ജെഫി, നമ്മൾ യാത്ര എന്ന് പറയുന്നൊരു തീമാണ് നമ്മൾ ഇന്ന് ഈ ആഴ്ച സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ യാത്രയെപ്പറ്റി പറയുമ്പോൾ ജെഫിക്ക് ആദ്യം ഓർമ്മ വരുന്ന അല്ലെങ്കിൽ മറക്കാനാകാത്ത അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ? മറക്കാനാകാത്ത ഏറ്റവും എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങിയിരിക്കുന്ന എൻ്റെ യാത്ര എന്ന് പറയുന്നത് ലഡാക്കിലേക്കാണ്. ലഡാക്ക്, ശ്രീനഗർ. യെസ്, ബുള്ളറ്റ് ഫുള്ള് കയറിയോ? അത് ഫുള്ള് കയറി. ശ്രീനഗർ വരെ പോയി, ശ്രീനഗറിൽ നിന്ന് തിരിച്ച്. ശരിക്കും നാട്ടിൽ നിന്ന് നമ്മൾ ഡൽഹി വരെ ഫ്ലൈറ്റിൽ പോയിട്ട് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ബസ് പിടിച്ച് നേരെ നമ്മൾ മണാലിയിലേക്ക് പോകണം. അവിടുന്ന് നമ്മള് ബൈക്ക് ഹയർ. അപ്പൊ അത് നമ്മള് ഒരു ഫുൾ ടീം ഉണ്ടായിരുന്നു. അവരുടെ ട്രക്ക് ഉണ്ടായിരുന്നു, ഗൈഡൊക്കെ ഉണ്ട്. ഗൈഡ്, പിന്നെ ട്രക്ക് ഉണ്ട്. അങ്ങനെ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയ റീപ്ലേസ്മെന്റ് വണ്ടി, അങ്ങനെ എല്ലാ പരിപാടികളായിട്ടാണ് പോകുന്നത്. കുറച്ച് റിസ്കി റോഡല്ലേ മേലോട്ട് കയറി ചെല്ലുമ്പോൾ? അയ്യോ, ഭയങ്കര റിസ്ക് ആണ്. ബ്രീത്തിങ്ങിനൊക്കെ കിട്ടുമോ? പ്രോബ്ലം? അതെ, ബ്രീത്തിങ് ഒന്ന് നമ്മൾ അക്ലമേറ്റ് ആകും. നമ്മള് വണ്ടി ഓടിച്ച് പതുക്കെയല്ലേ പോകുന്നത്. അപ്പൊ അത് പതുക്കെ നമ്മൾ അക്ലമേറ്റ് ആകും. തണുപ്പ് ഒരു വലിയൊരു പ്രശ്നമാണ്. തണുപ്പ് ഇപ്പം നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മളൊരു ഫുൾ ഡേ റൈഡ് ചെയ്തിട്ട് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ടെന്റ് സെറ്റപ്പിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ മിനിമൽ സെറ്റപ്പേ ഉള്ളൂ. ബാത്റൂം എന്നൊക്കെ പറയുന്നത്, നമ്മൾ കുളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആ തണുത്ത പച്ചവെള്ളത്തിലാണ് നമ്മൾ കുളിക്കുന്നത്. മൈനസ് ഡിഗ്രി ആണ് എപ്പോഴും അവിടെ. ആയിട്ട് വേണം പോകണ്ടല്ലോ എല്ലാം അതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ പോവാ, ആ പച്ചവെള്ളത്തിൽ കുളിക്കുക, തണുത്ത വെള്ളത്തിൽ. ഒരു ദിവസം നടന്നുള്ളൂ, മതിയായി. പിന്നെ കുളി നിർത്തിയെന്നല്ല, പിന്നെ ചൂടുവെള്ളം എവിടത്തേലൊക്കെ സംഘടിപ്പിച്ചിട്ടേ കുളിക്കുള്ളൂ. കുളിക്കാതിരിക്കാൻ നോക്കത്തില്ല, കാരണം മണ്ണും പൊടിയും അടിച്ചല്ലേ പോകുന്നില്ലേ. ഞാൻ ചെറിയ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഈ നാരോ റോഡിൽ കൂടെ വലിയ ട്രക്കൊക്കെ പോകും. അപ്പൊ നമ്മൾ ഈ ബുള്ളറ്റ് വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ട്രക്കൊക്കെ ഓപ്പോസിറ്റ് ഒക്കെ വരുമല്ലേ? അത് ട്രക്കൊക്കെ വരും, പക്ഷേ ഇത് വളരെ റെയറാണ്. നമ്മൾ ഈ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഒരുപാട് വണ്ടികളൊന്നും ഇല്ല റോഡിൽ, മനസ്സിലാവുന്നില്ല. അപ്പൊ ഒരുപാട് വണ്ടികളൊന്നും ഇല്ല. നമ്മൾ പോവാ, വല്ലപ്പോഴും ഒരു ട്രക്ക് പാസ് ചെയ്യുന്ന കണ്ടാലായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. ഇത് സീസൺ അല്ലായിരുന്നു, സീസൺ ടൈമിലല്ല ഞങ്ങൾ പോയത്. അന്ന് പോയപ്പോൾ എന്തെങ്കിലും മറക്കാനാകാത്ത ഇത് ഇത്ര ഓർത്തിരിക്കാൻ? ഓഫ് കോഴ്സ് അത് ഓർക്കും, കാരണം ഹിമാലയൻ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊരു യാത്രക്കാരൻ്റെയും ഒരു സ്വപ്ന സ്ഥലമാണ്. സ്വർഗത്തിലേക്കുള്ള യാത്ര എന്ന് പറയേണ്ടത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ, അത് സത്യം. ശരിക്കും സ്വർഗമാണ്. ഭയങ്കര നമ്മൾ എങ്ങും കാണുന്ന പോലത്തെ ഒരു ജോഗ്രഫി അല്ല അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഓരോ 50 കിലോമീറ്റർ കഴിയുമ്പോഴും അടുത്ത വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. നമ്മളിപ്പോൾ പാടം പോലത്തെ ഇങ്ങനെ പച്ചപ്പുല്ല് ഇങ്ങനെ നിൽക്കുന്ന വഴി കൂടെ കുറച്ച് കഴിയുമ്പോൾ നേരെ ഒന്നും കാണത്തില്ല, മലകള് ഇത് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഭയങ്കര രസമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത്. ഭയങ്കര ഒരു അനുഭവമാണ് അത് തന്നെയാണ് ഈ ട്രിപ്പിന്റെ ഒരു ഹൈലൈറ്റ്. ബൈക്ക് ഓടിച്ച് നമുക്ക് എവിടെ വേണേൽ പോയാൽ ഊട്ടി പോവാം, ഇവിടെ പോവാം, ഇതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ ഈ ഒരു അനുഭവം അത് കാണുന്ന വിഷ്വലും അത് ഭയങ്കര ഒരു. ശരിക്കും ഏകദേശം എക്സ്പെൻസ് എത്രയാ കാണുന്നത്? എക്സ്പെൻസ് അന്ന് എനിക്ക് തോന്നുന്നു ഒരു 20 രൂപ, 25 രൂപയായി. പാക്കേജ് ആണ്. എത്ര ദിവസത്തെ ട്രിപ്പ് അങ്ങനെയായിരുന്നു? 7-8 ദിവസം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 താഴെയാണ്. അപ്പൊ അങ്ങനെ ഓരോ ഇടത്ത് പോവാ. അങ്ങനെ നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ തീ കൊട്ടിയിരിക്കുക. നമ്മളല്ലാത്ത വേറെ ബൈക്കേഴ്സ് ഉണ്ടാവും, അപ്പൊ അവരായിട്ട് ഇരിക്കുക, അവരായിട്ട് സംസാരിക്കുക, മിങ്കിൾ ചെയ്യാം. അപ്പൊ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ പൊളിയാണ്. നല്ല രസമാണ് അത്. എനിക്ക് തോന്നുന്നത് നീലാകാശം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ വീണ്ടും വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ആ സിനിമയാണ് ഇതിന്റെ ഇൻസ്പിറേഷനും. അതിനുശേഷമാണ് ഈ ബുള്ളറ്റിലുള്ള ഈ റൈഡും പിന്നെ യാത്രേനെ ആൾക്കാർ സ്നേഹിക്കാൻ കൂടുതൽ തുടങ്ങിയതും. പിന്നെ എനിക്കൊന്നും ഇപ്പം ഈ ഒരുപാട് യൂട്യൂബേഴ്സും പരിപാടികളൊക്കെ റീൽസ് ഒക്കെ കാണാമല്ലോ നമുക്കിങ്ങനെ ഹിമാലയൻ പോകുന്നത്. അപ്പം എനിക്കൊന്ന് പോകണമെന്നുണ്ട്, നടക്കുമെന്ന് അറിയത്തില്ല.
യാത്ര അങ്ങനെ അനുഭവങ്ങളെ പറ്റി ഓർക്കുമ്പം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മോട്ടറബിൾ റോഡ് കർദുംഗ്ല എന്ന് തോന്നുന്നു. കർദുംഗ്ല ആണെന്ന് എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കർദുംഗ്ല എൻ്റെ മണ്ടയ്ക്ക് കയറുമ്പോൾ നമ്മൾ ഏതാണ്ട് കീഴടക്കിയ ഒരു ഫീലിംഗ് കിട്ടും. കാരണം ഇത്രയും മോശമായ റോഡുകൾ ഇതെല്ലാം താണ്ടി നമ്മളൊരു ബൈക്കിൽ രണ്ടുപേരും വെച്ച് വരിക. അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് എത്തിക്കഴിയുമ്പോൾ ഏതാണ്ട് കീഴടക്കിയ ഒരു ഫീലുണ്ട്. അതൊരു ഭയങ്കര ഫീലാണ്. അങ്ങനെ എന്ന് വെച്ചാൽ ആ യാത്ര അത് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. എൻ്റെ ഭംഗി അനുഭവിച്ച് തന്നെ അറിയണം. അത് എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചായിരുന്നോ? അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ പോകുമ്പോൾ ഈ ടൂൾസും കാര്യങ്ങളും നമ്മൾ ഇൻ കേസ് ബൈക്കൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ അല്ലേ? ബൈക്ക് നിന്ന് പോയിട്ടില്ല. പണ്ടൊരു ബൈക്ക് നിന്ന് പോയ കഥ പറഞ്ഞായിരുന്നു. ഇല്ല, അതിന് ആളുണ്ടായിരുന്നല്ലോ. ജെഫി ഇത് പറഞ്ഞപ്പോഴത്ര എനിക്ക് ആ എപ്പിസോഡ് ഓടുമായിരുന്നു. ജെഫി പാടുന്ന പാട്ടും പാട്ട് അതെ യാത്രയായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാലും എനിക്ക് യാത്ര വളരെ ഇഷ്ടപ്പെട്ട ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു പാട്ടായിരിക്കും അല്ലേ? അതിന് വേണം കേൾക്കാവുന്നൊരു പാട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജെഫിയുടെ പാട്ടിലേക്ക് പോയേക്കാം. ആയിക്കോട്ടെ. ചേരുന്നു ഞാനോ തനിയെ പൂന്തേനുറങ്ങുന്ന പൂവിനുള്ളിലിതാ പൂക്കുന്നു മോഹം പതിയെ നിന്നെ നുകരുമ്പോ അകമയലിയുമ്പോ ഒരായിരമാനന്ദം വിരിയുമിനിയാവോളം എന്നിൽ ചേരുമീ നേരം ജന്മം ധന്യമാലരെ നീ എന്നിലെ ഒളിയായി മാറിടുമോ പിരിയാതെന്നെന്നുമേ നിൻ ജീവനെ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനായി പറന്നെത്തി ഞാൻ അലരെ നീ എന്നിലെ ഒളിയായി മാറിടുമോ പിരിയാതെന്നെന്നുമേ എൻ ജീവനെ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ. ജെഫിയുടെ ഈ യാത്ര പോയ കഥയൊക്കെ പറഞ്ഞത് നല്ല രസമുണ്ട് കേൾക്കാൻ. കാരണം ഒറ്റയ്ക്ക് യാത്ര പോണത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോണതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഒട്ടും പറ്റിയിട്ടുമില്ല. നമ്മുടെ നാട്ടിൽ പണ്ടൊരു ഇതുണ്ടല്ലോ, പെൺപിള്ളേര് അധികം ലോങ് ട്രിപ്പുകളൊന്നും അധികം പോവുകയില്ല. ലോങ് ട്രിപ്പൊന്നും അല്ല, ഷോർട്ട് ട്രിപ്പും പോയിട്ടില്ല. അത് ആ ഒരു എന്നുവെച്ചാൽ പെൺകുട്ടിയാണെന്നുള്ള എല്ലാ ബൗണ്ടറീസിന്റെ ഉള്ളിൽ നിന്ന് വളർന്ന ഒരാളാണ് ഞാൻ. നല്ല മോൾഡ് ചെയ്തെടുക്കുവാണ്. അതൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വീട്ടുകാര് വിട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ തന്നെ ഒരുപാട് കാല് പിടിച്ച് കെഞ്ചി കരഞ്ഞ് അങ്ങനെയൊക്കെ. ഇപ്പൊ ലാസ്റ്റ് 10th അല്ലെങ്കിൽ 12th സ്കൂൾ മാറും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ കരഞ്ഞ് കാല് പിടിച്ച് അങ്ങനെ പോയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു യാത്ര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കാൻ എനിക്ക് കോളേജിൽ നിന്ന് പോയത് ആണ് ഓർമ്മ വരുന്നത്. കാരണം കോളേജ് ടൂറാണ്. എനിക്ക് വീട്ടിൽ നിന്ന് പെർമിഷൻ വിടില്ല അച്ഛൻ. നമ്മള് കോളേജ് ടൂർ എന്ന് പറയുമ്പോഴേ നോ എടുത്തടിച്ച് നമുക്കൊരു നോ വരും.
വിടില്ല. അപ്പൊ ആ ഒരു നോ കിട്ടിയാ പിന്നെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല അച്ഛനെ. അപ്പൊ ആ നോ കിട്ടുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിന് കണ്ടുപിടിച്ച അതാണ് IV. കോളേജ് IV ആണ്, കമ്പൽസറി ആണ്, പോയില്ലെങ്കിൽ പറ്റില്ല. അതെ, പഠിപ്പിന്റെ ഭാഗമാണ്, ഇല്ലെങ്കിൽ തോറ്റു പോകും, മാർക്ക് കിട്ടില്ല, ഇന്റേണൽ പോകും. അങ്ങനെയൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് കോളേജ് ടൂർ പോയി. ഒരു 4 ദിവസത്തെ ട്രിപ്പ് പോയി, കോളേജിൽ നിന്ന് പോയി. മൈസൂര്, അങ്ങനത്തെ സൗത്ത് ഇന്ത്യ, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, സെയിം ഒരു പാക്കേജ് ഉണ്ടല്ലോ കോളേജിൽ നിന്ന് വന്ന്, അത് തന്നെയാ പോയത്. പക്ഷെ എവിടെ പോയി എന്നുള്ളതല്ല. അതെ, എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനത്തെ ഒരു യാത്ര പോയിട്ടില്ല. അപ്പൊ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരു 4 ദിവസം വീട്ടിൽ നിന്ന് മാറി നിക്കാന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ചില്ല പട്ടം പൊട്ടി പോകുന്ന കണക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബാക്കിയുള്ളവർ, എന്റെ കൂടെ ഉള്ളവർ അത്ര എക്സൈറ്റഡ് ആയിരുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം അവര് നോർമലി യാത്രകൾ പോകുന്നവരും അങ്ങനെയൊക്കെയാണ്. എന്റെ വീട്ടിന്റെ അത്രയും ഒരു റിസർവ്ഡ് അല്ല അവര്. വീട്ടുകാർ പറഞ്ഞു ഇപ്പൊ പഠിക്കേണ്ട സമയമാണ്, കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയും കൊണ്ടുപോകുന്നു. കെട്ടി കഴിഞ്ഞപ്പോ അവസരമല്ല, അവൻ ആ പാടെ പോകുന്ന ഗ്രൗണ്ടിലോട്ടാ കളിക്കാൻ. അതിപ്പോ ഞാൻ പോയിട്ട് കാര്യമില്ല. അപ്പം പാറും ജീവിതത്തിൽ മറക്കാനാകാത്ത കോളേജ് ടൂർ ആണല്ലേ? അതെ, കോളേജ് ടൂർ ആ ഒരു 4 ദിവസം അടിച്ചു പൊളിച്ചു. എന്നുവെച്ചാല് വീട്ടുകാരുടെ ആ ഒരു കണ്ണില്ലല്ലോ നമ്മുടെ കയ്യില്, അത് മാക്സിമം എൻജോയ് ചെയ്ത ഒരു 4 ദിവസം. അപ്പൊ പെട്ടെന്ന് യാത്ര എന്ന് പറയുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇതാ, കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയത്. അമ്മയ്ക്കറിയാം കേട്ടോ, അമ്മയടുത്ത് പറയും. അച്ഛനാണ് വിഷയം, അച്ഛൻ വിടൂല. അത് പിന്നെ എന്റെ കൂടെ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്റെ കോളേജ് പഠിക്കുന്ന ആരും ആ പരിസരത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊളിഞ്ഞില്ല. ഞാൻ അന്ന് ടൂറിന് പോയ ആ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്. ക്ലോസ് ആയിട്ടുള്ള 2-3 പേരുണ്ട്, എല്ലാരും ഒന്നുമില്ല. കുറെ പേരൊക്കെ ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട് മാറി പോകും. അതെ അതെ. കോളേജ് പഠിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന അത്രയും ക്ലോസ് ആയി നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളായിരിക്കും ഇപ്പോഴും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. അതെ, ഒരു വാട്സ്ആപ്പ് മെസ്സേജിലൂടെ എങ്കിലും അല്ലേ? മൈസൂർ മാത്രമാണോ പോയത്? അല്ലല്ല, കൂർഗ്, മൈസൂര്, ബാംഗ്ലൂര്, മറ്റേ ഗാർഡൻ, അവിടെ ലാൽബാഗ്, അവിടെ നിന്നാകണ്ടേ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ മൈസൂർ, തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്തോ വയനാട്, അങ്ങനെ ചുരമൊക്കെ കറങ്ങി. സ്കൂൾ ടൂർ ഇങ്ങനെ തന്നെയാണല്ലേ? അതെ, സ്ഥിരം ഒരു പാക്കേജ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇവര് കണക്ഷൻ ഉണ്ടോ, സ്കൂളുകാരെ പേര് കണക്ഷൻ ഉണ്ട്. ബസ് വിളിക്കുമ്പോൾ അവർക്ക് അറിയാൻ തോന്നുന്നു, സ്ഥലം മാത്രം പറഞ്ഞു കൊടുത്തേ അറിയാം, ബാക്കി അറിയാം. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പൊളിച്ചിട്ടാണ് ഞാൻ വന്നത്. പൊളിച്ചടിക്കുന്നു. എന്നിട്ട് പിന്നീട് വർഷങ്ങൾ തിരിച്ചു വീട്ടിൽ കയറുമ്പോൾ പിന്നെ നമ്മൾ നല്ല കുട്ടിയാണ്. അതല്ല, എപ്പോഴെങ്കിലും അച്ഛനുമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയത്ത് അച്ഛാ ഞാനന്ന് IV-ക്കല്ല പോയത്, ടൂറിനാ പോയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വീട്ടിൽ കയറുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടോ? പിന്നെ അതിനുള്ള അവസരം വന്നിട്ടില്ല. ആ സത്യം എന്നോടൊപ്പം മണ്ണടി. ഓഗസ്റ്റ് 3 ഞാൻ IV-ക്കല്ല ടൂറിനാ പോയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പഴയ ഓർമ്മകൾ സ്മരിച്ചുകൊണ്ട് ഒരു പാട്ടുകൂടെ പാടിക്കും. ആയിക്കോട്ടെ. വരുവാനില്ലാരും ഈ വിജനമാമിൻ വഴിക്കറിയാം, അതെന്നാലുമിന്നും പടിവാതിലോളം ചെന്നകലത്താ വഴിയാകെ മിഴിപാകി നിൽക്കാറുണ്ടല്ലോ, മിഴിപാകി നിൽക്കാറുണ്ടല്ലോ. പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ, വരുമെന്നു ചൊല്ലിപ്പിരിഞ്ഞു പോയെല്ലാരും അറിയാമതെന്നാലുമെന്നും പതിവായി ഞാൻ എൻ്റെ പടിവാതിലെന്തിനോ പകുതിയെ ചാരാറുള്ളല്ലോ. പ്രിയമുള്ളൊരാളാരോ വരുമെന്നു ഞാനെന്നും വെറുതെ മോഹിക്കുമല്ലോ, വരുവാനില്ലാരുമിങ്ങൊരു നാളും ഈ വഴിക്കറിയാം, അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, എന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാ
മധുമാസമണയാറുണ്ടല്ലോ. അതിനായി മാത്രമായൊരു നേരം ഋതുമാറി മധുമാസമണയാറുണ്ടല്ലോ. ഇപ്പോൾ പാറു പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എനിക്ക് ഓർക്കാനുള്ളത് കോളേജിൽ നിന്ന് പോയൊരു ട്രിപ്പാണ്. ഞങ്ങൾ ബോയ്സ് എല്ലാവരും കൂടെ ഹൊഗനക്കിൽ പോയ. അപ്പോൾ ഹൊഗനക്കിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് സേലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ധർമ്മപുരി കഴിഞ്ഞിട്ടല്ലേ. അതെ. അപ്പോൾ ഞങ്ങൾ ഇമാരുടെ അടുത്ത് പോകുമ്പോൾ അവിടെ മെയിൻ പോകുന്നൊരു സ്പോട്ടാണ്. ഞാൻ ഈറോഡാണ് പഠിച്ചത്. അപ്പം അവിടുന്ന് ഒരു 70 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പം പ്ലാനിങ് ഒക്കെ വൻ കോമഡി ആയിരുന്നു. ഒരു 5-6 മാസം പ്ലാൻ ചെയ്തു. അവസാനം പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ എല്ലാ മാസം പ്ലാനിങ് നടക്കും. അതെ, ഇന്ന് പോകണം, നാളെ പോകണം, മറ്റന്നാൾ പോകണം, അങ്ങനെ ലാസ്റ്റ് അത് ഡ്രോപ്പ് ചെയ്തു, നടക്കൂല എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു 1-2 ദിവസം ലീവ് കിട്ടിയപ്പോൾ വിത്തിൻ അവേഴ്സ് പ്ലാൻ ഓണായി. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 6 ബൈക്കിൽ ഒരു 10-12 പേര്. പേഴ്സണലി ഞാൻ ട്രിപ്പ് പോകുമ്പോൾ എനിക്ക് പോകുന്ന ഡ്രൈവാണ്, ഡെസ്റ്റിനേഷൻ അല്ല. അപ്പോൾ പോണ വഴി എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ഇടയ്ക്ക് അതെ ചായയൊക്കെ കുടിച്ച്. പിന്നെ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, തമിഴ്നാട്ടിൽ മെയിൻ ചായക്കട എന്ന് പറഞ്ഞാൽ അയ്യങ്കാറാണ്. അപ്പോൾ അവിടുത്തെ ആ തുടക്കത്തിൽ ജാ പോലെ ആണ് മലയാളം, നമ്മുടെ മലയാളം ജാ പോലെയാണ് അവരുടെ തമിഴ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ജയ്യങ്കാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യങ്കാറിന് അങ്ങനെ ഇടയ്ക്ക് നിർത്തും, ജയങ്കാറിൽ പോയിട്ട് ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി ഒരു ഉച്ചര 1:45 ആയപ്പോൾ അവിടെ എത്തി. ഹൊഗനക്കിലെത്തി. അവിടെ ഒരു ചെറിയ ഫോൾസ് ഉണ്ട്. പിന്നെ കൊട്ടവഞ്ചി അതാണ് മെയിൻ. അതിനാണ് പോയത്. നരൻ ഷൂട്ട് ചെയ്ത് അവിടെ തോന്നുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കൊട്ടവഞ്ചി കയറി. കൊട്ടവഞ്ചി ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടവഞ്ചി കയറുന്നത്. അപ്പോൾ കയറി കഷ്ടിച്ച് 2 ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുള്ളൂ അതിനകത്ത്. അപ്പോൾ കയറി അതാണെങ്കിൽ മര്യാദയ്ക്ക് പോവില്ല, ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം കൊട്ടവഞ്ചി കയറി. തുഴയുന്ന അണ്ണൻ കുറച്ച് സൈക്കിക്കാണ്. പുള്ളി കറങ്ങിക്കൊണ്ടിരിക്കുക. അത് ഒരാളല്ല, എല്ലാ കൊട്ടയിലെയും തുഴയുന്ന ആള് ഇച്ചിരി സൈക്കിക്കാണ്. ഒരു പോയിന്റ് എത്തുമ്പോ മത്സരം അപ്പുറം അതിന്റെ അകത്തിരുന്ന ചാവുന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്ക് 2 കൊട്ടയും കൂടെ അടുത്ത് വരുമ്പോഴേ ഇവർ രണ്ടും ഇട്ട് കറക്കുക, വെള്ളം തിറപ്പിക്കുക, കറക്കുക, നമ്മളതിന്റെ അകത്തുനിന്ന് ചാവുക. ഒന്ന് നിർത്തുവോ അല്ലെ? ഇതൊക്കെ നടത്തുന്നവന്മാര് അല്ലെങ്കിൽ കുറച്ച് സൈക്കോ ആയിരിക്കും, കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കറിയാം നമ്മൾ വീഴില്ലെന്ന്, നമുക്കറിയില്ലല്ലോ. അത് ആ ഒരു പേടി എപ്പോഴും കാണും. എന്നിട്ട് കേക്കട്ടെ. അപ്പോൾ അങ്ങനെ കയറി പുള്ളി പറഞ്ഞ പോലെ ഇരുത്തി കറക്കാൻ തുടങ്ങി. ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക്. കുറേ കറക്കി കഴിഞ്ഞു ഞാൻ നിർത്താൻ പറഞ്ഞു. അണ്ണാ നിർത്തുങ്കോ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അറിയുന്ന തമിഴ് വെച്ച് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തമിഴ് മാറി, മലയാളം മാറി, പിന്നെ ബാക്കി ഡിക്ഷണറി മാറി, വാക്കുകളൊക്കെ ആയി. അങ്ങനെ അണ്ണന് വലിയ ഇതൊന്നുമില്ല, ഭാവമാറ്റമൊന്നുമില്ല. പുള്ളി ഇരുന്ന് കറക്കിക്കൊണ്ടിരിക്കുന്നു, ഞാനിരുന്ന് കറങ്ങുന്നു. പുള്ളിക്കൊന്ന് കറങ്ങിയാലേ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിർത്തി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഒരു പൂള് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 5 മണി ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലായി. അങ്ങനെ പോണ വഴിക്ക് നല്ല മഴയായിരുന്നു. പിന്നെ ഹരം മൂത്തിരിക്കുകയാണല്ലോ, പിന്നെ ബൈക്കിലാണല്ലോ. അപ്പോൾ പിന്നെ റേസ് അങ്ങനെ പോണ വഴിക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഡാർക്ക് കിട്ടി. കൂടെയുള്ള ഒരു ബൈക്ക് നല്ലൊരു വളവായിരുന്നു. പുള്ളി വളവ് കണ്ടില്ല എന്നാണ് പുള്ളി പറയണേ. അങ്ങനെ ഒരു വളവ് കണ്ടിട്ടില്ല. പുള്ളി അങ്ങനെ തോട്ടിപ്പോയി. ഒന്നും പറ്റിയൊന്നുമില്ല. ബാക്കിലുള്ള ആള് ആദ്യം തെറിച്ച് റോഡിന്റെ സൈഡിൽ പോയി. ഇപ്പോൾ ബൈക്ക് സ്കിഡ് ചെയ്ത് പോയി, ബൈക്ക് തെറിച്ചു പോയി. അങ്ങനെ പുള്ളി വീണു, ഓടിച്ച ആളും വീണു.
അങ്ങനെ എന്നിട്ട് ഈ ബൈക്ക് ഓടിച്ചവനെ എവിടെ നിന്ന് എടുത്ത് തോടിനടന്നോ? അതെ, എടാ പോലടാ ഞാനും വരുന്നുണ്ട്. ഓടിച്ചവന് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല, കുറച്ച് തൊലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിൽ നിന്ന് ആൾക്ക് കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്തോ ചതവോ അങ്ങനെ എന്തോ ആയി. അങ്ങനെ ഞങ്ങൾ അവനെ തട്ടി തോളെ കയറ്റി വീണ്ടും ബൈക്കിനകത്ത് കയറ്റി തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവന് ഭയങ്കര വേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയില്ലേ? ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് സേലം എത്തണം, അടുത്ത ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഒരു 10-50 കിലോമീറ്ററോടെ പോകണം. അങ്ങനെ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്കിനി പറ്റില്ല, ബൈക്കിലിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മഴയുണ്ട്, നല്ല മഴയാണ്. അങ്ങനെ പോകുന്ന വഴിക്കുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ മഴ നനയ്ക്കാണ്ട് കൊണ്ട് ഇരുത്തിയാണ്. ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ നല്ല കോമഡി ആയിരുന്നു. ബസ് സ്റ്റോപ്പ് എന്ന് പറയാനൊന്നുമില്ല, ബസ് നിർത്തുന്ന ഇടം. അതെ, 2 കഴുക്കോലും 4 ഗിയർ ഓലെ ബസ് സ്റ്റോപ്പ്. മേൽക്കൂരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബൈക്കിൽ പോവാണെങ്കിൽ പോണ വഴിക്കുള്ള മഴ കൊണ്ടാൽ മതിയായിരുന്നു. പിന്നെ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇരുന്ന എല്ലാ മഴയും കൊണ്ട് ഒറ്റ ഒന്നുപോലും പുറത്തു വിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു അരമണിക്കൂർ ഞങ്ങൾ എല്ലാവരും കൂടെ ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു ആംബുലൻസ് വിളിക്കാം എന്നുള്ളൊരു തീരുമാനമായി. അങ്ങനെ പക്ഷെ ആംബുലൻസ് വരണമെങ്കിൽ 50 കിലോമീറ്റർ അപ്പുറം തോന്നുന്നു വരണം. അങ്ങനെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഥയൊക്കെ പറഞ്ഞ് അടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. വീണ്ടും ചായ കുടിച്ച് മരിച്ച്. എന്നിട്ട് ആശാൻ അവിടെ നിന്ന് വേദന തന്നെയോ? വേദനയില്ല, ഞങ്ങൾക്കത് കാണുമ്പോൾ കോമഡി. അതല്ലേലും അങ്ങനെ എന്നുവെച്ചാൽ നിങ്ങൾ രാവിലെ ആയപ്പോഴാണോ അവിടുന്ന് പോരുന്നത്? അതോ ഏകദേശം ഒരു രാത്രി ഒരു 10 മണി 11 മണി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ആംബുലൻസ് വന്നു. അങ്ങനെ ആംബുലൻസിൽ തിരിച്ച് അവനെ സേലത്തെത്തിച്ചു, ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഫ്രാക്ചറൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ കാലൊക്കെ കെട്ടി പുള്ളി കുറച്ചു കാലം റെസ്റ്റിലായിരുന്നു. അപ്പം അന്നെന്തൊരു ഡാർക്കായിരുന്നെങ്കിലും പിന്നെ ഇപ്പോഴും പറഞ്ഞ് കോമഡിയാണ്. പുള്ളി പറയണ ഈ പറഞ്ഞ പോലെ ബാക്കിലിരുന്നവൻ തെറിച്ച് വീണ് കഴിഞ്ഞിട്ട് അവൻ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് സമാധാനമായോ എവിടെ എത്തിയില്ലോ. അവനെത്തി ഇങ്ങനെ മലന്നാണ് വീണത്. വീണ് അവന് സമാധാനിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോഴേക്കും അവൻ കണ്ട് വണ്ടി അവൻ്റെ നേരെ വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് മാറി. എൻ്റെ മേത്ത് വണ്ടി വീണില്ല, ഭയം കൊണ്ട് അത്ര സംഭവിച്ചോളൂ. ബൈക്ക് തോട്ടിപ്പോയോ അതോ ബൈക്കും തോട്ടിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെ എടുത്തേ? അത് പിന്നെ ഞങ്ങള് 10-12 പേരുണ്ടല്ലോ, എല്ലാരും കൂടെ പൊക്കി റോട്ടിൽ കയറ്റി. അങ്ങനെ സേലത്തെത്തി. അവനൊരു 1-2 ആഴ്ച കോളേജിലൊന്നും പോകാൻ പറ്റിയില്ല. അവന് സന്തോഷം. അതാണ് എൻ്റെ ഒരു യാത്രയുടെ അനുഭവം. അപ്പൊ യാത്ര കേൾക്കുമ്പോ ആദ്യം ആ വീണതും മഴയും സേലവും ഒക്കെ ഓർമ്മ വരുന്നല്ലേ? ഇതിനാൽ എന്തോ ഓർമ്മ വന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മകളേ ഉള്ളു. എനിക്ക് പറഞ്ഞാല് പെട്ടെന്ന് ഇവന് സേലത്ത് പഠിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ വെല്ലൂർ ശരിക്കുമ്പോഴാണ് പഠിച്ചത്, അണ്ണായൂണിവേഴ്സിറ്റിയിലുള്ള GGR എന്ന് പറഞ്ഞ കോളേജിൽ. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ യാത്ര എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനെ പോക്ക. അതായത് കോട്ടയത്ത് നിന്ന് അന്ന് വൈകുന്നേരം ഒരു 5:30 ആകുമ്പം നമ്മുടെ ചെന്നൈമേൽ 5:30 കോട്ടയത്ത് നിന്ന് കയറും. ടീ ഗാർഡൻ ഉണ്ട്. ചെന്നൈമേലിൽ കറക്റ്റ് ആ 5:30 കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെളുപ്പിനെ ഒരു 6 മണിയൊക്കെ ആകുമ്പം വെല്ലൂർ കാട്ട്പാടി ജംഗ്ഷനിലെത്തും. കാട്ട്പാടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ ഇല്ല ചെന്നൈക്ക് സെൻട്രലിൽ. അപ്പം ആ പോക്ക അങ്ങോട്ട് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഈ അങ്ങ് നമ്മുടെ ട്രിവാൻഡ്രം ഉണ്ട്. അപ്പോൾ ഉമ്മാരിങ്ങനെ കയറി സീറ്റ് പിടിച്ച് കായംകുളത്തുമ്പോൾ അടുത്ത ആൾക്കാർ കയറുന്നു, കൊല്ലത്തുമ്പോൾ അടുത്ത ആൾക്കാർ കയറുന്നു, ചങ്ങനാശ്ശേരി കോട്ടയത്ത് നിന്ന് ഞങ്ങളൊരു 3 പേരുണ്ട് മെയിൻ. അപ്പോൾ ഞങ്ങൾ കയറുന്നപ്പോൾ ഉമ്മാർ സീറ്റെല്ലാം പിടിച്ച് വെക്കും. നമ്മൾ ലോക്കലിലാണ് പോകുന്നത്, പൈസ കൂടുതലുകൊണ്ട് നമ്മൾ ലോക്കലിലാണ് പോകാറുള്ളൂ. അന്നേരം ഉമ്മാരെ സീറ്റൊക്കെ വെച്ച് ഇരിക്കാം. പോകുന്ന വാക്ക് അപ്പോൾ നമ്മൾ ഈ ലീവിന് പോകാം. അപ്പം ലീവിന് കഥകളും പാട്ടും ഒക്കെ പാടിയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. തിരിച്ചു വരുന്നത് ആണ് ഇതിനേക്കഴിഞ്ഞ രസം. തിരിച്ചു വരുമ്പോൾ നമ്മൾ അതായത് പ്ലാൻ ചെയ്തൊരിക്കലും വരികയില്ല. ചിലപ്പോൾ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ 2 ദിവസമൊക്കെ അവിടെ നിന്നിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാറില്ല ഒരിക്കലും. അന്ന് 107 രൂപയായിരുന്നു ലോക്കലിൽ. പക്ഷെ എന്നാൽ പോലും എടുക്കില്ല, എന്തോ ഒരു മടിയാണ്. എല്ലാം കൂടെ ഇത് തന്നെ പരിപാടി. അതായത് ചെന്നൈ നമ്മൾ അവിടുന്ന് കാട്ട്പാടി ജംഗ്ഷനിൽ കയറുമ്പോൾ മലയാളികൾ അട്ടിയിട്ട് വരുമല്ലോ. അവിടെ പല കോളേജിലുള്ളവരുണ്ട്.
അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് RPF ആരെങ്കിലും കേൾക്കണ്ടോ? അല്ല ഇനിയിപ്പോ എന്നെ പിടിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഈ ലോക്കൽ കമ്പാർട്ട്മെന്റ് കയറിയിട്ട് സൂചി കുത്താൻ ഇടയില്ലായിരിക്കും അവിടുന്ന് വരുമ്പോ. അതായത് ആ ഒരു ടൈം കാട്ട്പാടിയിൽ നിന്ന് സേലത്ത് നിന്ന് തന്നെ ഈ വണ്ടി നിറഞ്ഞാ വരുന്നേ. അപ്പൊ നമ്മള് കാലൊക്കെ ഏറില്ല, ആ ഏറി നിന്നുകൊണ്ട് അത്രയും തിരക്കിനിടയ്ക്ക് ഒരു സേലൊക്കെ എടുക്കാറാകുമ്പോൾ ഞങ്ങൾ പതുക്കെ പാട്ടൊക്കെ തുടങ്ങും. കാരണം സേലത്ത് നിന്ന് വീണ്ടും കുറെ പിള്ളേർ വരും. ആ സമയത്തൊക്കെ 2008 തൊട്ട് 12 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മലയാളീസ് ഈ തമിഴ്നാട്ടിൽ പോയി എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ഏതൊരു ജംഗ്ഷൻ നല്ല അതായത് പിള്ളേരെ കൊണ്ട് വണ്ടി അങ്ങ് നിറയും. പിന്നെ അതിനകത്തിരുന്ന് പാട്ട് ബഹളം പരിപാടികൾ ഫുൾ ഓണ. എന്നുവെച്ച് ഒരു വെളുപ്പിനെ ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പാലക്കാട് ബോർഡർ കയറുമ്പോൾ ഒരു തണുത്ത കാറ്റടിക്കും. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഈ നമ്മുടെ ഡോറിനടുത്ത് പോയി നിൽക്കും എല്ലാവരും കൂടെ. അപ്പോഴൊരു ഫീൽ ഉണ്ട്. കാരണം കുറച്ച് നാൾ കൂടിയായിരിക്കും നമ്മൾ നാട്ടിലോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര രസം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ ഒരു മലയാളം പരസ്യം കേൾക്കാം. അതുപോലെ തന്നെ മനോരമ പത്രം കാണുമ്പോൾ തിരിച്ച് നമ്മളുടെ കോട്ടയത്തെത്തുന്നത് തിരിച്ചു വരുമ്പം ഏകദേശം ഒരു 5:30 വെളുപ്പിന് 5:30 ആകുമ്പോൾ നമ്മൾ കോട്ടയം ടൗണിലെത്തും. ട്രെയിൻ അങ്ങ് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ വാതിലേക്ക് നോക്കുമ്പോൾ കോട്ടയം ടൗൺ എന്ന് പറയുന്ന ആ ബോർഡ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എള്ളിയാ. എന്നുവെച്ചാൽ അവിടുന്ന് നേരെ വന്ന് ഞങ്ങൾ 3 നേരം അവിടെ ഇറങ്ങുന്നു. കാണാം, അവധിയൊക്കെ കഴിഞ്ഞ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഇതിന്റെ സ്റ്റേഷൻ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ. അപ്പം നെഞ്ചും വിരിച്ചതെല്ലാം നേരെ ഫ്രണ്ടിൽ കയറി ചെല്ലാൻ പറ്റില്ല. കോട്ടയം ടൗൺ ജംഗ്ഷൻ ഒരു ജംഗ്ഷനിലെ ടൗണിന് ഒരു ഗുണമുണ്ട്. ഈ ഒരു ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് റെയിൽവേ ട്രാക്കിന്റെ ഇടയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡാണ്. അപ്പം നേരെ അങ്ങ് ചെല്ലുമ്പോൾ നല്ല ചൂട് പഴംപൊരിയും ഉള്ളിയോടെയും പരിപ്പോടെയൊക്കെ ഇവർ ഉണ്ടാക്കും. അപ്പം നമ്മൾ തമിഴ്നാട്ടിൽ കിടക്കുന്നതുകൊണ്ട് ഈ സാമാനം കണ്ടിട്ട് കാണത്തില്ലല്ലോ. അപ്പം മറ്റേ എലി പുന്നല് കണ്ട പോലെ നേരെ അങ്ങോട്ട് വാരിപ്പുറക്കി കേട്ടാലുണ്ട് പഴംപൊരി ചായ സവളവട എല്ലാം അവിടെ നിന്ന് കഴിച്ചു കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് പേർക്ക് ബൈക്കായിട്ട് ചേട്ടന്മാർ വരും. എന്നുവെച്ചാൽ പിന്നെ കഥയും പറഞ്ഞിങ്ങനെ പോവും. അതാണ് ഏറ്റവും. പക്ഷെ ആ യാത്രയ്ക്ക് ഒരു സുഖമുണ്ട്. കള്ളവണ്ടി കയറി വന്നാണല്ലോ. അതുകൊണ്ടാ സുഖം. അതാണ് കച്ചവടത്തോണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും 1 പ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോരുന്ന ഫൈനൽ ഇയർ കഴിഞ്ഞ് കോഴ്സ് എല്ലാം പാസ്സായി എന്ന് ഉറപ്പെത്തിയതിനു ശേഷം വീട്ടിൽ നിന്ന് പൈസ ഇടിച്ച് സ്ലീപ്പർ ബുക്ക് ചെയ്തു. അപ്പോൾ കാരണം പെട്ടിങ് കിടക്കൊക്കെ ഉണ്ടല്ലോ അവിടെ 4 വർഷത്തെ സമ്പാദ്യമായിട്ടുള്ള എല്ലാം അന്നാണ് തിരിച്ചു വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനിടയ്ക്ക് ഈ 4 വർഷം ഞങ്ങള് എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ ഫസ്റ്റ് ഇയറില്ല, സെക്കൻഡ് ഇയർ പരിചയമില്ല. പിന്നെ മറ്റേ സേലം എനിക്കറിയത്തില്ലേ ഇതിനെ. അതായത് ഈറോഡ് സേലം ഞങ്ങൾ ചെന്നൈന്ന് വരുമ്പോൾ സേലം കഴിഞ്ഞിട്ട് ഈറോഡ്, ഈ ഈറോഡ് സേലം തമ്മിലൊരു എനിക്ക് തോന്നുന്നൊരു 1 hour ഗ്യാപ്പ് ഇല്ല. അപ്പം ഈ ചില സമയത്ത് സേലത്ത് നിന്ന് ഈ TT കയറും. സേലത്ത് നിന്ന് കയറി അപ്പൊ നമുക്കറിയാം ഇതെല്ലാം വെൽ പ്ലാൻഡ് ആണ്. അപ്പൊ TT ആ വാതിലൊക്കെ കയറി നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ വാതിൽ നിന്ന് നേരെ ചാടി പുറത്തിറങ്ങിയിട്ട് നേരെ ഒരു ചായ കുടിച്ച് അവിടെ നിൽക്കിങ്ങനെ. അപ്പൊ വണ്ടി വിടാറാകുമ്പോൾ നേരെ ചാടി കയറും. അപ്പൊ TTക്ക് ആ വാതിലിൽ നിന്ന് ഈ വാതിൽ വരെ വരാനായിട്ട് സമയം എടുക്കും. കാരണം സൂചി കുത്ത ഇടയില്ല. പുള്ളി ഇങ്ങനെ ഞെലിഞ്ഞൊക്കെ വരുമ്പോണ്ടല്ലോ ഈറോടത്തും വീണ്ടും ചാടും. പുള്ളി വീണ്ടും ചാടിയിട്ട് അടുത്ത കമ്പാർട്ട്മെന്റിൽ കയറും. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ സേഫ് ആയിട്ട് ഇങ്ങനെ. അപ്പൊ അതൊക്കെയായിരുന്നു കളികൾ. ഇപ്പം അടുത്ത ദിവസം എപ്പിസോഡ് പോകുമ്പോ നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കര പ്ലാനിങ് ആണല്ലേ. ഓയ്യോ പിന്നെ എത്ര സപ്ലി ഉണ്ടായിരുന്നാടാ പറഞ്ഞത്? സപ്ലി ഇല്ലാതെ എല്ലാ എഞ്ചിനീയർ അത് ശരിയാ കേട്ടോ. സപ്ലി ഇല്ലേ പിന്നെ കാര്യമില്ല. പഠിത്തമൊക്കെ സൈഡല്ലായിരുന്നോ, മെയിനായിട്ട് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ആയിരുന്നു. അപ്പൊ ആ യാത്രകൾ ഒരിക്കലും മറക്കത്തില്ല. ഈ പ്രാവശ്യം ഡിസംബർ നാട്ടിൽ പോകുമ്പോൾ എനിക്കൊന്ന് കോളേജ് വരെ ഒന്ന് പോകണമെന്നുണ്ട്. ട്രെയിനിൽ തന്നെ. യെസ്, ആ ഒരു യാത്ര ടിക്കറ്റ് എടുക്കും കേട്ടോ ഉറപ്പായിട്ട്. AC കോച്ച് പോവും, 3rd AC. പഴയ പോലെ ഓടാനൊന്നും പറ്റത്തില്ല, വയസ്സായി. അപ്പം അയ്യോ ഇതിന്റെ പാട്ട് കേട്ടില്ല. അപ്പം ഇതിന്റെ ആദ്യത്തെ പാട്ടിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. മേലേ മേലേ മാനം മാനം നീലേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലേ മേലേ മാനം മാനം നീലേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു.
വേനൽക്കീനാവിൻ്റെ ചെപ്പിൽ വീണുമയങ്ങുമെന്നുത്തേ നിന്നെ തഴുകിത്തലോടാ നിർവൃതിയോടെ പുണരാ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം മേലെ മേലെ മാനം മാനം നീലെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. അങ്ങനെ ഈ എപ്പിസോഡിലെ ഞങ്ങളുടെ ഓരോരുത്തരെയും യാത്രയുടെ അനുഭവം ഏവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു പുതുമയാർന്ന എപ്പിസോഡുമായിട്ട് അളിയന്റെ റേഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് ടീം തട്ടുംപുറം അളിയന്റെ റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.